പറഞ്ഞു കൃഷ്ണകുമാർ പിന്നല്ല കാണില്ല ഞാൻ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ? പിന്നെ കണ്ട് പേടിച്ചു. പണ്ടെപ്പോഴോ കണ്ടത് പിന്നെ കണ്ടിട്ടേ ഇല്ല. അതും സെയിം, എനിക്കും ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അത് സമ്മതിക്കാറുണ്ട് കേട്ടോ. കാണാറില്ല. കുമാരി കണ്ടിരുന്നോ? ഇല്ല, കാണില്ല. പകുതി കൊണ്ട് ഓഫാക്കിയ ആളാ പേടിച്ചിട്ട്. കോഞ്ചറിങ് എന്തോ കാണാൻ പോയി ഒരു ദിവസം. അത് ഫ്രണ്ട്സിന്റെ കൂടെ പോയതാ. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോ 3 കാർ കയറി പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു തിരിച്ച് കാറിൽ പോയി. അത് പാതിരാത്രിയായിരുന്നു. എങ്ങനെ വീട്ടിലെത്തിന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് റിയർ വ്യൂ മിററിൽ കൂടെ നോക്കും ബാക്കിൽ സീറ്റിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ. ഇതായിരുന്നു അവസ്ഥ. അതെ, എനിക്കും സിനിമ ഹൊറർ സിനിമ കണ്ടാ പിന്നെ ഒരാഴ്ച ഉറങ്ങാൻ പറ്റത്തില്ല, പേടിയാ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ കാണാറില്ല. അങ്ങനെ ചെയ്താൽ മതി, നല്ല പേടി മാറും. അവസാനമായി ഓഡിയൻസിനോട് എന്താണ് സീരിയലിനെ കുറിച്ച് പറയാനുള്ളത്? സീരിയല് ഈ സീരിയലിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സീരിയലാണ്. അപ്പോൾ ആൾക്കാരുടെ കോമൺ സെൻസിൽ വെച്ചെടുക്കാം കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇന്ദ്രൻ എന്നൊരു ക്യാരക്ടറിന് കുറേ പോസിറ്റീവ്സ് ഉണ്ട്, കുറേ നെഗറ്റീവ് ഷെയ്ഡും ഉണ്ട്. അത് ഡിസൈഡ് ചെയ്യുന്ന സൊസൈറ്റിയാണ് ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ്. ചില ആൾക്കാരുടെ പോസിറ്റീവ് ചില ആൾക്കാർ നെഗറ്റീവ് ആയിരിക്കും, ആൻഡ് വൈസ് വേഴ്സ തിരിച്ചുമായിരിക്കും. അപ്പോൾ ഇതിലെല്ലാം അനുപമയുടെ ക്യാരക്ടർ ആണെങ്കിലും വേറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അനുപമ ഇതിൽ പോസിറ്റീവായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതെല്ലാം സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ എക്സാക്ട്ലി എന്താണോ സൊസൈറ്റി അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ സീരിയൽ. ഇപ്പോൾ 15 വർഷം മുമ്പ് ഇറങ്ങിയ മെറ്റുവലി എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ സീരിയൽ കാണിക്കുമ്പോഴും ഇതേ കാര്യം ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് മെസ്സേജസ് ഇൻ ഇൻസ്റ്റാഗ്രാം. എനിക്ക് ലോങ് മെസ്സേജസ് കിട്ടുന്നുണ്ട്. 6-7 പേജ് അവർ അവരുടെ കൈയക്ഷരം എഴുതിയിട്ട് ഇത് അവരുടെ സ്റ്റോറിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി മെസ്സേജ്. കാരണം സീരിയൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ചോദിക്കായിരുന്നു, ഡയറക്ടറിനോട് ചോദിക്കുക ഇങ്ങനെ കാര്യങ്ങൾ പറയും. ഇപ്പൊ ഇപ്പോഴും ചില സീൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ കട്ടായിട്ട് പറയും ഇങ്ങനെ കാര്യങ്ങളും പറയും, ഇതൊക്കെ നടക്കുന്ന കാര്യം ചോദിക്കും. പക്ഷേ ഇത് നടക്കുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ സംഭവിക്കുന്ന വീടുകളുണ്ടെന്ന് നമ്മുടെ സറൗണ്ടിങ്സിൽ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ ഹാപ്പൻ ചെയ്യാൻ നമ്മൾ അറിയുന്നില്ല. പക്ഷെ വളരെ റിമോട്ടായുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മുടെ കോമൺ സെൻസ് വെച്ചെടുക്കുക. നമ്മളെല്ലാം ആക്ടേഴ്സാണ്, ജസ്റ്റ് പോർട്രേ ചെയ്യുവാണ് ഈ കാര്യങ്ങളെല്ലാം. ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ദി സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഗിവിംഗ് എ ഗുഡ് മെസ്സേജ് ടു സൊസൈറ്റി. ഞാൻ എല്ലാം പറയുമ്പോൾ അല്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാനത് കൂടുതലായിട്ട് എന്താണ് പറയുന്നത്. ഇനി അടുത്ത സെഗ്മെന്റിൽ നമ്മളൊരു പ്രാങ്ക് കോൾ ചെയ്യാൻ പോവാണ്. സീരിയലില് അനുവിടെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്ന അമ്പിളി വിളിക്കാൻ പോവാണ്. കൃഷ്ണകുമാർ ആയിരിക്കും പ്രാങ്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കൃഷ്ണകുമാറിന്റെ ശബ്ദം മനസ്സിലാവാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ പല രീതിയിൽ പ്രാങ്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, പല സൗണ്ടിലും പല രൂപത്തിലും വിളിച്ചു നോക്കട്ടെ. പ്രാങ്ക് പൊളിയാനാണ് ചാൻസ്, നോക്കാം. നല്ല സാധ്യതയുണ്ട്. ചിലപ്പോൾ ഷൂട്ടിലായിരിക്കും അവര്. ഇല്ല, നോക്കാം. എടി ഹലോ, എടി നീ എവിടെയാ? ഫ്രീ ആണോ? എടി ഞാനേ ഇന്നലെ മറ്റേ സൂര്യയുടെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നേ കൊച്ചിയില. അപ്പം ഞാൻ ഇന്ന് തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് നിന്റെ കുറച്ച് ഫാൻസ് അവിടെ വന്നു. ഞാൻ നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു, തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊടുക്കട്ടെ ഇവരുടെ? ശരിക്കും ചേച്ചിയാണോ? അമ്പിളി ചേച്ചിയാണോ? അയ്യോ, അമ്പിളി ചേച്ചിയാ? ശരിക്കും സംസാരിച്ചോട്ടെ? സംസാരിക്കൂ, ചോദിക്ക്. എടി ഒരു ഹലോ പറഞ്ഞേ. അത് ഈ കൊച്ചു ഇവിടെ പേടിച്ച് നിൽക്കുക. ഹലോ ഹലോ ചേച്ചി, അമ്പിളി ചേച്ചിയാ? അമ്പിളി ചേച്ചി ശരിക്കും ശരിക്കും അമ്പിളി ചേച്ചിയാ? സംസാരിച്ചോ? കുഴപ്പമില്ല, ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞല്ലേ. ചേച്ചിയുടെ സീരിയൽ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് അമ്പിളി ചേച്ചി. എടി നീ എന്തെങ്കിലും തിരിച്ചു ചോദിക്കും, എന്തോ പേടിച്ച് നിൽക്കുകയാണ്. സന്തോഷം വിശ്വസിക്കാൻ പറ്റും. എടി വിശ്വസിക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ വരയ്ക്കുന്നത്. ചേച്ചി ചേച്ചി വീടെവിടെ ചേച്ചി? എന്റെ വീട് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തോടെ ചേച്ചി? ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് പാലോട് എന്ന് പറയും. എനിക്ക് അറിയില്ല, കാണാൻ പറ്റുമോ ചേച്ചി അവിടെ വന്ന്? ചേച്ചി അവിടെ വന്ന് കാണാൻ പറ്റുമോ ചേച്ചി? എടി കാണാൻ പറ്റുമോന്ന്? നിന്നെ കണ്ട് ഭയങ്കര ഫാൻസാ. കൊല്ലത്ത് ഷൂട്ട് അടക്കം അങ്ങോട്ട് വന്നാ
മതി, കാണാലോ. അപ്പൊ എല്ലാരും ഒരുമിച്ച് കാണാലോ. എനിക്ക് എടി ഇതിൽ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്, ഞങ്ങളെയാണ് ഇഷ്ടമല്ല. എന്താ മോന്റെ പേരെന്തുവാ? സിനു എന്താ? സിനു 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 സിനുവോ? സിനു ചേച്ചി സിനു. ആ ഓക്കെ. എന്തെടുക്കുവാ? എന്ത് ചെയ്യുവാ? ഞാൻ +2. +2 പഠിക്കുകയാണോ? ആ ചേച്ചി എനിക്ക് സന്തോഷമായി, സന്തോഷമായി. വീട്ടിലാരൊക്കെ ഉണ്ട്? മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ പേര് അമ്പിളി എന്നാ. ആണോ? ആഹാ. എനിക്കതാ ചേച്ചി കൂടുതൽ ഇഷ്ടം. ചേച്ചി ഇപ്പൊ വന്നിട്ടില്ല ചേച്ചി. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ എവിടെ അനു ചേച്ചി ഇരിപ്പുണ്ട്. അനു ചേച്ചി ഞാൻ അമ്പിളി ചേച്ചി ഉണ്ട് ചോടി വന്ന. ആണോ? ഓക്കെ. ഭയങ്കര കാര്യം ചേച്ചി. താങ്ക് യു മോനെ. ഞാൻ ചേച്ചി കണ്ടോട്ടെ ദിവസം ഒന്ന്. അതാ പറഞ്ഞേ, ഷൂട്ട് നടക്കുമല്ലോ. കൊല്ലത്ത് ഷൂട്ട് നടക്കുമ്പോ എല്ലാരും അവിടെ വന്ന കാണാൻ സമ്മതിക്കോ ചേച്ചി? അതൊക്കെ സംഭവിക്കാം, അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. പിടിച്ചു നിർത്തുമോ ആരെങ്കിലും? പിടിച്ചു നിർത്തത്തില്ല. ചേച്ചിയുടെ ഫോൺ നമ്പർ തരുമോ? ഞാൻ വിളിച്ചോട്ടെ അവിടെ വന്നിട്ട്. അല്ല, ഇവിടെ അവിടെ വന്നിട്ട് ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത് വന്നാൽ മതി. അല്ല ചേച്ചി, അവിടെ വന്നിട്ട് വിട്ടില്ല. എനിക്ക് അവിടെ കാണാൻ പറ്റി, സന്തോഷം സഹിക്കാൻ. ഒന്ന് ചേച്ചി ഫോൺ നമ്പർ തരാമോ പ്ലീസ്? ഞാൻ ഡോൺ ആരാ? അനുചേച്ചി. അനുചേച്ചി ഡോൺ. ഓക്കെ. എടി നിന്റെ പേര് പോലും ചോദിച്ചില്ലടി. നിന്റെ പേര് ശരിക്കുള്ള പേരെന്നൊക്കെ എന്നോട് ചോദിച്ചത്. വാങ്ങിച്ചാ മതി, അവിടെ എത്തുമ്പോ വിളിച്ചാ മതി കേട്ടോ. അവിടെ ഇരുന്ന് കൃഷ്ണകുമാരേട്ടനെ കാണാൻ പറ്റുമോ? ഞാനിങ്ങനെ സംസാരിച്ചോണ്ട് വന്നെ. എനിക്ക് ഇച്ചിരി സൗണ്ട് കേട്ടാ നീ ഒന്നും പറയരുത്, ഇന്റർവ്യൂ വേണം. എനിക്ക് ആ സൗണ്ട് കേട്ടപ്പോഴും പറ, ഇന്റർവ്യൂ ആണെന്ന് പറ. കേട്ടോ. എടി ഇന്റർവ്യൂ എനിക്ക് ആദ്യമേ കേട്ടപ്പോഴേ മനസ്സിലായി. പിന്നെ ഞാൻ കിട്ടിച്ചേട്ടാണോന്ന് ചോദിക്കാത്ത കാര്യം ഇത് എവിടം വരെ പോകും ഞാൻ പോയത്. എനിക്ക് മനസ്സിലായി, ഉള്ളിന്റെ സൗണ്ട് എനിക്ക് മനസ്സിലായി. നീട്ടം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കൂടുതലൊന്നും പറയരുത്, ഇന്റർവ്യൂ ബാക്കി നമുക്ക് നേരിട്ട്. നീ ലൈവാണ്, ഇന്റർവ്യൂ ആണ്, ഒന്നും പറയരുത്. നീ ആദ്യം പറഞ്ഞത് കേട്ടു. ആദ്യം പറഞ്ഞ് കേട്ടപ്പോ അതൊന്ന് ഡീപ്പ് ചെയ്യണം. ഫോണിന്റെ താഴെ പോയി. സാരമില്ല. ഇന്റർവ്യൂല് ആൾക്കാർ കേട്ടോണ്ടിരിക്കുക. നമ്മുടെ സീരിയലിലെ ഒരാളെ വിളിച്ച് പ്രാങ്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയല്ല, മോശം എന്നപ്പോ ഡോൺ പറഞ്ഞു അശ്വതിനെ പ്രാങ്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു അശ്വതി തിരക്കിലായിരിക്കും. ചുമ്മാ ഇത്രയും പറ്റിക്കുന്ന ഞാനത് ആങ്കറിന് കൊടുക്കാം പറഞ്ഞു. ഷുവർ, ഡെഫിനറ്റ്ലി കട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഫസ്റ്റില് എനിക്ക് മനസ്സിലായത് കിച്ചിച്ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചത് എവിടം വരെ പോകുന്നു. ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ ഉണ്ടോടാ? കണ്ണൊക്കെ തുടച്ചോട്ടോ, കുഴപ്പമില്ല. നീ കണ്ണൊക്കെ നിറഞ്ഞ ഇവിടെ അറിയാൻ പറ്റും. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഇത് സ്പീക്കറിലിട്ടു, ഹസ്ബൻഡിനെ കൂടെ കേൾപ്പിക്കാൻ വേണ്ടി സ്പീക്കറിലിട്ടു. അപ്പൊ ഏട്ടൻ ചോദിച്ചിട്ട് ആരാ? ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ പറയാ ആരാണ്. നിനക്ക് ഞാനൊന്നും മനസ്സിലായില്ലല്ലോ. ഏട്ടന് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി, ആദ്യമേ മനസ്സിലായി. ശരിടാ, ഓക്കെ ഓക്കെ. അപ്പൊ നീ വൈറലായി കേട്ടോ, ഭയങ്കര വൈറലായി നീ ഇപ്പൊ. ആദ്യം പറഞ്ഞത് വേണ്ട. അത് മാത്രം ഒരു ബീപ്പ് ചെയ്താൽ നീ രക്ഷപ്പെട്ടു. അത് ബീപ്പ് ചെയ്താൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പോയി, നിന്റെ കാര്യം പോയി. അമ്പിളിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെ പ്രാങ്ക് ചെയ്ത ആദ്യത്തെ കൊളാണ് നീ. കൺഗ്രാജുലേഷൻസ്. ശരി, ബൈ. താങ്ക് യു. എല്ലാവരുടെയും താങ്ക് യു പറഞ്ഞു. ഇവിടെ എല്ലാവരുടെയും താങ്ക് യു പറഞ്ഞു. സീരിയലുകളോട് എന്നും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണുള്ളത്. എത്ര കണ്ടാലും മടുക്കാത്തവയാണ് സീരിയലുകളും. സൂര്യ ടിവിയിലെ ഹിറ്റ് സീരിയലുകളിൽ പലതും ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഡോണിയും കൃഷ്ണകുമാറും പ്രധാന കഥാപാത്രം എത്തിയ പ്രശസ്തമായ ഈ സീരിയലും. യഥാർത്ഥ ജീവിതത്തെ ബന്ധപ്പെടുത്തിയാണ് സീരിയൽ എന്നാണ് പറയുന്നത്. ഇരുവരും തങ്ങൾക്ക് വന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ചും കമന്റുകളെക്കുറിച്ചുമെല്ലാം തുറന്നു പറയുകയാണ്.